റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുകയാണ്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം പേടിക്കുന്ന കാര്യം ചെറിയ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ ഫസുഇല അൻഹു, സഹാബികൾ അത് കേട്ടപ്പോൾ അവരതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് ശിർകുൽ അസ്ഗർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിയാഉ, അർരിയാ. റിയാ എന്ന് പറഞ്ഞാൽ അറബിയിൽ റഅ എന്ന് പറയും. എന്തിന്? റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? കണ്ടു. റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യലാണ്. അതാണ് റിയാ. അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾ കാണുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് റിയാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് രണ്ട് വാക്കുകൾ പറയും. ഒന്ന് റിയാ ആണ്, രണ്ട് സുംഅത്താണ്. റിയാ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഒരു ഇബാദത്ത്, ഇപ്പം ആളുകൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, ഇതാണ് റിയാ. രണ്ടാമത്തേത് സുംഅത്താണ്. സമീഅ എന്ന് പറഞ്ഞാൽ സമഅ, കേൾക്കുക. ജനങ്ങൾ നിന്റെ ഇബാദത്തുകൾ കേട്ടറിയുകയും അവർക്കിടയിൽ നിനക്കൊരു നല്ല പേര് ലഭിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കലാണ് സുംഅത്ത്. ഇത് രണ്ടും തെറ്റാണ്. റിയാ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്, സുംഅത്ത് കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർകുൽ അസ്ഗറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അർറിയാ, അത് റിയാ ആണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ശിർകുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ റിയാ മാത്രമാണ് എന്നല്ല, മറിച്ച് ആ കൂട്ടത്തില് ചെറിയ ശിർക്കിൽ ഏറ്റവും ഗുരുതരമായ ഒരു ഇനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ശിർകുൽ അസ്ഗറിൽപ്പെട്ട മറ്റു പല കാര്യങ്ങളും പറയും. റിയാ ശിർകുൽ അസ്ഗറിൽ ഏറ്റവും വൃത്തികെട്ട കാര്യമാണ്. ഏറ്റവും ഖബീസായത് ശിർകുൽ അസ്ഗറിൽ ഏതാണ്? റിയാ.